പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് വിവരം പറയുന്നത്? ഇത് കഴിഞ്ഞ പഞ്ചായത്ത് വർഷം ഇതേ ആരോപണം ഉന്നയിച്ചു CPM ലോക്കൽ ആളുകൾ, മാറി മാറി വരുന്ന ആളുകൾ ഇത് അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി എനിക്കതങ്ങനെ തമാശ രൂപത്തിൽ എഴുതി തള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഇന്ന് പെരാമ്പലം സർക്കിൾ ഇൻസ്പെക്ടർ ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. MP രാജേഷിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം, അദ്ദേഹത്തെ നിയമപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ, ഇനി ആളുകളെ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാജേഷ് ചെയ്യേണ്ട കാര്യം ഈ ഫ്ലാറ്റ് എങ്ങനെ പണിയാം, അതിന് ഞാൻ എന്ത് തടസ്സമാണ്, ആ തടസ്സം ഇപ്പുറത്തോ അപ്പുറത്തോ ഇരുന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ആ കുരുക്കഴിച്ച് തരാൻ തയ്യാറാണ്. ഇപ്പം രാജേഷിൻ്റെ വകുപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. എങ്ങനെയാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഡ്രീം പ്രോജക്റ്റ്, ആ ഡ്രീം പ്രോജക്റ്റായ ബ്രൂവറി എങ്ങനെയാണ്, ഏത് നിയമക്കുരുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തത്വത്തിൽ അംഗീകാരം നൽകിയത്, റദ്ദ് ചെയ്തത്? അദ്ദേഹത്തിന് വെപ്രാളാണ്. ഈ വടക്കാഞ്ചേരിയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടമുണ്ടായതാർക്കാണ്? CPM നേതൃത്വത്തിനാണ്. എലപ്പുള്ളിയിൽ CPM നേതൃത്വത്തിനല്ല നഷ്ടമുണ്ടായത്, പാർട്ടിക്കാർ പോലും അറിഞ്ഞിട്ടില്ല. ആ പ്രദേശത്ത്, ഞാൻ ആ പ്രദേശത്ത് പോയതാണ്, അവിടെ പേഴ്സണൽ നഷ്ടമുണ്ടായത് രാജേഷിനാണ്. അപ്പോൾ സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ വരാൻ പോകുന്നു, തനിക്കിനി 90 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ള വലിയ വേട്ട അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അദ്ദേഹം സ്വയം നടത്തിയാൽ മതി. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ്, എൻ്റെ കുടുംബപരമായ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ്, എല്ലാം സുതാര്യമാണ്. അങ്ങനെ സുതാര്യമായിട്ട് വേണം രാജേഷ് ഈ കാര്യങ്ങളൊക്കെ മറുപടി പറയാൻ.